തീരുമാനമെടുക്കേണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഹണി റോസിന്റെ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകരുണ്ട്. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ശക്തമായ വാദഗതികൾ സ്വാഭാവികമായും അവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോടതിയിൽ ജാമ്യം വേണമെങ്കിൽ ലഭിക്കാം, അല്ലെങ്കിൽ ജഡ്ജിന് തീരുമാനിക്കാം റിമാൻഡിൽ ഇട്ടുകൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ തീരുമാനിക്കാം. അത് ഇത്തരം കേസുകളിൽ എന്താണ് പലപ്പോഴും പലതരത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ ആൾ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. നാട് വിട്ടുപോവുകയോ അതായത് അങ്ങനെ അന്വേഷണവുമായി സഹകരിക്കാതിരിക്കുകയോ മറ്റും ചെയ്യാൻ സാഹചര്യമുള്ള ആളല്ല. അതുകൊണ്ട് തന്നെ ഒരു കണ്ടീഷനോട് കൂടിയുള്ള ബെയിൽ, ജാമ്യം ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂരിന് കിട്ടിയേക്കാം. മറുവശവും സംഭവിക്കാം. കാരണം കോടതി തീരുമാനിക്കുകയാണ് റിമാൻഡിൽ കിടക്കട്ടെ കുറച്ചുനാൾ എന്ന് തീരുമാനിച്ചാൽ അതും സംഭവിക്കാം. കാരണം അത്ര ശക്തമായ കേസാണ്, ശക്തമായ പരാതിയുണ്ട്. കൃത്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജഡ്ജിന്റെ ഒരു ഡിസ്ക്രിഷണറി പവറാണ്. കോടതി തീരുമാനിക്കണം സ്വാഭാവികമായും എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ. അതിനുവേണ്ടിയാണ് കാത്തിരുന്ന് കാണുന്നത്. അതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അത് എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിലൊക്കെ നമുക്കൊരു വ്യക്തത കൂടി വരേണ്ടതുണ്ട്. ഏതായാലും ശക്തമായ വാദഗതികൾ ഇരുഭാഗത്തു നിന്നും കോടതിയിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. മുതിർന്ന അഭിഭാഷകനായ ശ്രീ രാമൻപിള്ള അസോസിയേറ്റ്സ്, രാമൻപിള്ള അദ്ദേഹത്തിന്റെ അതിനൊപ്പമുള്ളവരുമാണ് കോടതിയിൽ ഹാജരാകുക. നേരത്തെ രാമൻപിള്ള തന്നെ അവിടെ വന്നിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. നേരിട്ട് അദ്ദേഹം ഹാജരാകുന്നുണ്ട് അവിടെ. പല പ്രമുഖ കേസുകളിലും, സിദ്ദിഖിന്റെ കേസ്, ഒപ്പം ദിലീപിന്റെ, അതിനു മുൻപ് ദിലീപുമായി ബന്ധപ്പെട്ട കേസുകളിലും മറ്റും ഹാജരായിട്ടുള്ള അഭിഭാഷകൻ കൂടിയാണ് ശ്രീ രാമൻപിള്ള എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിൽ ലഭിക്കാവുന്ന, ഹൈക്കോടതിയിൽ ലഭിക്കാവുന്ന ഏറ്റവും സീനിയറായ, ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ അഭിഭാഷകൻ കൂടിയാണ് ഹാജരാകുന്നത് എന്നതും നിർണായകമാണ്. രവീന്ദ്രനുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ ആളുകളൊക്കെ കൂടുതലായി ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് മറ്റുമുണ്ടോ? കൂടുതൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. എപ്പോഴേക്ക് കോടതിയിലേക്ക് കൊണ്ടുവരും? രഞ്ജിത്ത് 12:30 എന്നാണ് അറിയുന്നത്. അത് ഇന്ന് ലാസ്റ്റ് മിനിറ്റ് ആണ് ഈ 12:30 എന്ന് നമുക്ക് ഉള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയത്. കാരണം 11 മണിക്ക് എന്ന് കോടതിയിൽ ഹാജരാക്കണമെന്നായിരുന്നു നേരത്തെ അറിഞ്ഞിരുന്നത്. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത കുറച്ച് കേസുകൾ പരിഗണിക്കാനുണ്ട്. എറണാകുളം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കേസ് പരിഗണിക്കുന്നത്. കോടതിയിലാണ് ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കുന്നത്. അപ്പൊ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കേസുകൾ പരിഗണിക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് 12:30 എന്നൊരു സമയത്തേക്ക് മാറ്റിയത്. 12:30 ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് നീക്കമെന്നാണ് അറിയുന്നത്. ഇവിടെ ഈ ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട ആളുകൾ പോലീസ് സ്റ്റേഷന്റെ, അതായത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷന്റെ സമീപത്ത് തന്നെ ഉണ്ട്. വലിയ ഒരു ആൾക്കൂട്ടമൊന്നും ഇല്ലെങ്കിൽ പോലും ആളുകളുണ്ട്. ഓൺലൈൻ മീഡിയയിലുള്ള അവരുടെയും ഒക്കെ ഒരു വലിയ റഷ് ഉണ്ട്. എന്നിരുന്നാൽ പോലും പ്രൊട്ടസ്റ്റ് പോലത്തെ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ കണക്കിൽ എടുക്കുമ്പോൾ ഈ ഒരു, അതായത് അദ്ദേഹത്തിന്റെ ഫോൺ പിടിച്ചെടുത്ത ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ കൂടി കോടതിക്ക് മുൻപാകെ സമർപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടി പോലീസിനുണ്ട്. കാരണം നമുക്കറിയാം, അന്വേഷണ സംഘത്തിൽ 10 പേരിൽ സൈബർ പോലീസിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ IT ലോ അനുസരിച്ചിട്ട് 67 വകുപ്പ്, അതായത് ഒഫൻസീവ് ആയിട്ടുള്ള കമന്റ്സ് ഇടുന്ന ഒരു സാഹചര്യം അതുകൂടി കണക്കിലെടുത്ത് തന്നെയാണ് അത്തരം കമന്റുകൾ അത് നിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടെങ്കിൽ പോലും അത്തരം കമന്റുകൾ അത് പരിശോധിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഫോൺ പിടിച്ചെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ IT ആക്ട് പ്രകാരമുള്ള ഫീസും ചാർജ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ തന്നെയാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. മാത്രമല്ല, 4 മാസം മുൻപ് നടന്നിരുന്ന ഒരു കാര്യത്തിൽ ഇപ്പോൾ ഇത്തരം ഡിസ്കഷൻസ് വരുന്നത് അതിന്റെ പിന്നിൽ പ്രത്യേക ഗൂഢാലോചനയുണ്ട്, അല്ലെങ്കിൽ പ്രത്യേക ദുരുദ്ദേശമുള്ളത് കൊണ്ടാണ്. അവരുടെ ഹണി റോസിന്റെ സിനിമ അടുത്ത ദിവസങ്ങളിൽ റിലീസാകാനിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത് മുതലെടുക്കുകയാണ് എന്നുള്ള ഒരു തരത്തിലുള്ള ആരോപണമൊക്കെ ആയിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്നാൽ സിനിമാ പ്രചരണത്തിന് വേണ്ടിയിട്ടല്ല ഹണി റോസ് ഇത്തരത്തിലൊരു പരാതിയുമായി നൽകിയിരിക്കുന്നത്, പോലീസിനെ സമീപിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കി അന്വേഷണ സംഘ തലവൻ ACP ജയകുമാർ നമ്മളോട് പ്രതികരിച്ചിരുന്നു. സിനിമ പ്രചരണമല്ല ലക്ഷ്യം. അവര് കഴിഞ്ഞ 4 മാസമായി ഇദ്ദേഹത്തിന്റെ ജ്വല്ലറിയുടെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന വെച്ചുള്ള അധിക്ഷേപത്തിനെ തുടർന്ന്, അതിനോട് പ്രതികരിച്ചതിനെ തുടർന്ന് നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ പരാമർശങ്ങൾ നടത്തിയും നിരന്തരം അവരെ അധിക്ഷേപിക്കുന്ന സാഹചര്യത്തിലേക്കും നീങ്ങിയത്. മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയ പരാമർശങ്ങളിൽ അധിക്ഷേപങ്ങൾക്കൊക്കെ മോശം കോമന്റ് ഇട്ട ആളുകളെയൊക്കെ പോലീസ്
അവർക്കെതിരെ ഒക്കെ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ശക്തമായ നടപടി തന്നെ സ്വീകരിക്കാൻ തന്നെയാണ് ഈ കാര്യത്തിൽ മുന്നോട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഹണി റോസും ഈ കാര്യവുമായി അതായത് ഈ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഹണി റോസ് ഇതിൽ നിന്നും പിന്തിരിയുന്നില്ല. അതിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. നിയമപരമായി തന്നെ നേരിടുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ആ സമയത്ത് 20 പേർക്കെതിരെ പരാതി നൽകുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കമന്റുകൾക്കെതിരെയുള്ള പരാതി നൽകുമ്പോൾ തന്നെ ഈ പ്രമുഖന്റെ പേര് അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയിരുന്നില്ല. പിന്നീട് മുഖ്യമന്ത്രിയുമായും DGPയുമായും ഒക്കെ സംസാരിച്ച ശേഷമാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. അവരുടെ ഉപദേശത്തെ തുടർന്നാണ് ഈ പരാതി നൽകിയിരുന്നത്. പരാതിയെ തുടർന്ന് ഉടനടി പോലീസ് ഇക്കാര്യത്തിൽ ആക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. നമുക്കറിയാം, പഴുതടച്ചുള്ള അറസ്റ്റ് തന്നെയാണ് ഉണ്ടായത്. വയനാട് മേപ്പാടിയിലെ അദ്ദേഹത്തിന്റെ റിസോർട്ടിലെത്തി പോലീസ് അടിയന്തരമായി എത്തിയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അടിയന്തരമായി പോലീസ് എത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതും. തുടർന്ന് കഴിഞ്ഞ പകൽ മുഴുവൻ കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ യാത്രയ്ക്ക് ശേഷം 11:45 വൈദ്യപരിശോധന നടത്തുകയും ഇന്ന് രാവിലെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായുള്ള വൈദ്യപരിശോധന ഇന്ന് രാവിലെ 5:45 പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കോടതിയിൽ ഹാജരാക്കാനുള്ള എറണാകുളം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി പ്രഗത്ഭനായ അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് വി രാമൻപിള്ള. ശേഷമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കായി കോടതിയിൽ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി എത്തുന്നത്. അവരുടെ ആളുകളും ഇവിടെയുണ്ട്. എന്തായാലും ഈ സോഷ്യൽ മീഡിയ കമന്റുകൾ, സോഷ്യൽ മീഡിയ പരാമർശങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂർ ഇത്തരത്തിൽ താൻ പുരാണത്തിൽ ഉള്ള കഥാപാത്രങ്ങളെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തന്റെ ഇന്റർവ്യൂകളിൽ പോലും അത്തരത്തിൽ പറഞ്ഞിട്ടുള്ളൂ. തന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയിട്ടില്ല. ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഏത് തരത്തിൽ തന്നെ വിവക്ഷിക്കുമെന്നുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടുവന്നു അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന്. കാരണം അതിനെ എങ്ങനെ റീഡ് ചെയ്യുന്നു എന്നുള്ളത് ആളുകളുടെ ചിന്താധാര അനുസരിച്ചിരിക്കുമെന്നുള്ള ഒരു ന്യായമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, മുൻപ് നമ്മുടെ കേസുകളിൽ, അത് പല കേസുകളിലും ഹേമ കമ്മിറ്റി ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രമുഖരായ ആളുകൾക്കെതിരെ ഇത്തരം ഇതിനേക്കാൾ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ എത്തിയപ്പോഴൊക്കെ അവർക്കൊക്കെ ജാമ്യം കിട്ടുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ കോടതിയിൽ സൂചിപ്പിക്കും. അതല്ലെങ്കിൽ ഇതൊക്കെ വാദം മുഖത്ത് ഉന്നയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും 12:30 ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നടപടിക്രമങ്ങൾ ഏകദേശം രാവിലെ തന്നെ നടപടിക്രമങ്ങളിൽ നോർത്ത് പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും നേരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കേസുകൾ കൂടി പരിഗണിച്ച ശേഷം ആയിരിക്കും ഒരു പക്ഷേ ഈ കേസ് പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് 12:30 മാറ്റിവെച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും അല്പസമയത്തിനകം ഏതാനും മിനിറ്റുകൾക്കകം ഹാജരാക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. കോടതിയിൽ ഹാജരാക്കും.